ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 4ാം ടെസ്റ്റിൻ്റെ 3ാം ദിവസം 225 റൺ എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇംഗ്ലണ്ടിന് ജോ റൂട്ടും ഒലി പോപ്പും ചേർന്ന് സ്വപ്നതുല്യമായൊരു തുടക്കമാണ് നൽകിയത്. 3ാം ദിവസം ആദ്യ സെക്ഷനിൽ ഇംഗ്ലണ്ടിൻ്റെ കുറച്ച് വിക്കറ്റുകൾ എടുത്ത് ടെസ്റ്റിലേക്ക് തിരിച്ചു വരാം എന്ന് വിചാരിച്ച ഇന്ത്യൻ കാണികളെയും പ്രേക്ഷകരെയും കളിക്കാരെയും വളരെയേറെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒലി പോപ്പും ജോ റൂട്ടും വൻമതിൽ പോലെ പിടിച്ചു നിന്നു. ഒലി പോപ്പ് 71 റൺസ് എടുത്ത് പുറത്തായി. പക്ഷേ ജോ റൂട്ടിൽ പിന്നീട് ബെൻ സ്റ്റോക്സിനെ കൂട്ടുപിടിച്ച് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒലി പോപ്പും ജോ റൂട്ടും ചേർന്ന് 144 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് ക്രിയേറ്റ് ചെയ്തത്. ഹാരി ബ്രൂക്ക് വന്ന ഉടനെ 4 റൺസിന് പുറത്തായി. എങ്കിലും തുടർന്ന് വന്ന ബെൻ സ്റ്റോക്സിനെ കൂട്ടുപിടിച്ച് വീണ്ടും 50 റൺസിൻ്റെ പാർട്ണർഷിപ്പ് ഉണ്ടാക്കാൻ ജോ റൂട്ടിന് കഴിഞ്ഞു. പിന്നീട് ജോ റൂട്ട് പുറത്തായി. 150 റൺസാണ് ജോ റൂട്ട് എടുത്തത്. തൻ്റെ 38ാം സെഞ്ചുറിയാണ് ടെസ്റ്റിൽ ജോ റൂട്ട് പൂർത്തിയാക്കിയത്. പിന്നീട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിന് കൂട്ടായി ഷോയിബ് ബഷീറിന് പകരം ടീമിലെത്തിയ ഡൗസൺ ആണ് നിലവിൽ ബെൻ സ്റ്റോക്സിൻ്റെ പാർട്ണർഷിപ്പായി നിൽക്കുന്നത്. കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 544 റൺസിന് 7 വിക്കറ്റ് എന്ന നിലയിലാണ്. 4ാം ദിവസം ആദ്യ സെക്ഷനിൽ ഇംഗ്ലണ്ടിനെ ഓൾ ഔട്ടാക്കിയത് ശേഷം ഇന്ത്യ ഒരു വമ്പൻ സ്കോർ പടുത്തുയർത്താം എന്ന നിലയിലാണ് കളിക്കാനിറങ്ങുന്നത്. നിലവിൽ 186 റൺസിൻ്റെ 1ാം ഇന്നിങ്സ് ലീഡാണ് ഇംഗ്ലണ്ടിനുള്ളത്. ഇംഗ്ലണ്ട് മാക്സിമം ലീഡ് ഉയർത്താനായിരിക്കും 4ാം ദിവസം ഫസ്റ്റ് സെക്ഷനിൽ ശ്രമിക്കുക. ഇന്ത്യക്ക് വേണ്ടി വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും സ്പിൻ ഓൾറൗണ്ടറുമായ രണ്ടുപേരും 2 വിക്കറ്റ് വീതം നേടി. ഷർദുൽ താക്കൂറിന് മാത്രമാണ് വിക്കറ്റ് നേടാൻ കഴിയാഞ്ഞത്. അൻഷുൽ കമ്പോജ് പുതുമുഖ താരം, അതായത് ഡിബേറ്റ് താരം 1 വിക്കറ്റും ബുംറ 1 വിക്കറ്റും മുഹമ്മദ് സിറാജ് 1 വിക്കറ്റും നേടി. എന്തായാലും 4ാം ദിവസത്തെ കളി ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും വളരെയേറെ നിർണായകമാണ്. ഇംഗ്ലണ്ടിനെ എത്രയും പെട്ടെന്ന് എറിഞ്ഞൊതുക്കി 2ാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത് മികച്ചൊരു സ്കോർ കണ്ടെത്താനായിരിക്കും ഇന്ത്യക്ക് ശ്രമിക്കേണ്ടത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. ഋഷഭ് പന്ത് 2ാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത് ഒരു കൺഫ്യൂഷനായി തന്നെ തുടരുന്നു. കാരണം അദ്ദേഹത്തിന് ഫ്രാക്ചർ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ കാലുമായിട്ടാണ് അദ്ദേഹം 1ാം ഇന്നിങ്സിൽ വീണ്ടും ബാറ്റ് ചെയ്യാനെത്തിയത്. എന്തായാലും 5ാം ടെസ്റ്റിൽ ഋഷഭ് പന്ത് കളിക്കുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഋഷഭ് പന്തിന് പകരം ധ്രുവ് ജൂറലായിരിക്കും അന്തിമ 11 ഇടം പിടിക്കുക. എന്തായാലും 4ാം ദിവസ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം ഫ്രണ്ട്സ്. ബൈ.